ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീസെന്റ് കുറച്ച് വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റിനെ കുറിച്ചാണ്. വേറൊന്നുമല്ല, ബെൻസോയിൽ പെറോക്സൈഡ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫേസ് വാഷിലും ക്രീമിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ബെൻസോയിൽ പെറോക്സൈഡ് എന്നതിനെ കുറിച്ചാണ്. ഇതൊരു ബിഗിനേഴ്സ് ഫ്രണ്ട്ലി വീഡിയോ ആയിരിക്കും. ഞാൻ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആർക്കൊക്കെ യൂസ് ചെയ്യാം, സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം തന്നെ എന്താണ് ബെൻസോയിൽ പെറോക്സൈഡ്? സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇതൊരു ആക്നി ട്രീറ്റ്മെന്റ് ആണ്. ഇതിന്റെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടിയാണ്. അതായത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ആക്നി പിമ്പിൾസ് ഇതിനൊക്കെ കാരണക്കാരായ ബാക്ടീരിയയെ കൊല്ലാനുള്ള ഒരു കഴിവ് ഈ ഒരു ഇൻഗ്രീഡിയന്റിനുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇത്രയും ഫേമസ് ആയിട്ട് പോയി. എന്തിനൊക്കെ ഇത് യൂസ് ചെയ്യാം? നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പിമ്പിൾസും ആക്നിയും ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതായത് വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, പിമ്പിൾസ്, ആക്നി, അങ്ങനെ എല്ലാത്തിനും കൂടി ഈ ഒരു ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് മതി. യൂഷ്വലി നമ്മൾ എന്താ ചെയ്യാറ്? വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സിന് ഒരു ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യും, പിമ്പിൾസിന് ഒരെണ്ണം യൂസ് ചെയ്യും. അങ്ങനെ സെപ്പറേറ്റ് ആണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യാറ്. പക്ഷേ ബെൻസോയിൽ പെറോക്സൈഡ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എല്ലാത്തിനും കൂടി ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ് മതി, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇത്രയും ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം? നിങ്ങളുടേത് ഓയിലി സ്കിൻ ആണ്, കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലൊക്കെ ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. കാരണം ഇതിന് സെബം റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. അപ്പം നിങ്ങളുടെ ഓയിലൊക്കെ ഒന്ന് റെഡ്യൂസ് ആക്കി ഓയിൽ കാരണം വരുന്ന ആക്നിയൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഹെൽപ്പ് ആക്കും. പക്ഷേ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണ്, അല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളത്, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്ന സ്കിൻ ആണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യരുതേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മുടെ സ്കിൻ ഭയങ്കര രീതിയിൽ ഡാമേജ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഡ്രൈ സ്കിൻകാർക്ക് വേണമെങ്കിൽ ഇതിന് പകരം സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബെൻസോയിൽ പെറോക്സൈഡിന്റെ ഫേസ് വാഷ് അവൈലബിൾ ആണ്. ഫേസ് വാഷ് ആയിട്ടും ക്രീമായിട്ടും ജെല്ലായിട്ടും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫേസ് വാഷ് യൂസ് ചെയ്താൽ ഇത്രക്കും ഡാമേജ് വരില്ല, എന്നാൽ ഒരു റിസൾട്ട് കിട്ടുന്നതാണ്. ചെയ്യണമെന്ന് പറഞ്ഞുതരാം. രാവിലെയും രാത്രിയും യൂസ് ചെയ്യാം, പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് രാത്രി യൂസ് ചെയ്യാനാണ്. കാരണം ഇത് ഇത്രയും ഹൈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് നമുക്കിത് രാത്രി യൂസ് ചെയ്യണതാണ് സേഫ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ 2% to 5% അവൈലബിൾ ആണ്. ബിഗിനേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ 2% സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. പതുക്കെ മാത്രം ഇത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഇനി യൂസ് ചെയ്യേണ്ട മെത്തേഡ് പറഞ്ഞുതരാം. രാവിലെ അല്ല രാത്രി നിങ്ങൾ മുഖം കഴുകിയതിന് ശേഷം നല്ലോണം നമ്മുടെ സ്കിൻ ഡ്രൈ ആയിട്ടുണ്ടാവണം. ഒരിക്കലും ഡാം സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല. നന്നായിട്ട് ഇത് ഡ്രൈ ആയതിനു ശേഷം നമ്മുടെ ക്രീം അപ്ലൈ ചെയ്യുക. അതിനുശേഷം മോയ്സ്ചറൈസർ ഇടുക. ഫുള്ളി അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് മാത്രം കിടന്നുറങ്ങുക. ഇതാണ് ഇതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നതാണ് കുറച്ച് ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഡ്രൈയിങ് ആണ്. ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ ഓഫ് ഡ്രൈയിങ് ആണ്. അതേപോലെ സ്കിൻ ഇറിറ്റേഷനും നല്ല രീതിയിൽ ഉണ്ടാവാം. ബേണിങ് വരെ നമുക്ക് ചാൻസ് ഉണ്ട്. സ്കിൻ ബേൺ ചെയ്യാൻ വരെയുള്ള ചാൻസ് ഉണ്ടാവാം. പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ 8ന്റെ പണി കിട്ടാൻ നല്ല ചാൻസ് ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. അതാണ് ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജസ്. നമ്മുടെ സ്കിൻ പീൽ ചെയ്ത് പോകുന്ന അത്രയും ഇത് ഡ്രൈയിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഇത് എത്രമാത്രം ഡ്രൈയിങ് ആയിട്ടുള്ള ഒരു ഏജന്റ് ആണെന്ന്. അത്രയും ഡ്രൈയിങ് ആണ്. സ്കിൻ പീൽ ഓഫ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇരുണ്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഫുള്ളി അബ്സോർബ് ആയതിനു ശേഷം മാത്രം വേണം നിങ്ങൾ കിടക്കാൻ. കാരണം ഇതിന് ബ്ലീച്ചിങ് ഏജന്റ് ആണ്. ഇതൊരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടിയും കൂടി ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിത് അബ്സോർബ് ആവാതെ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെഡ്ഷീറ്റിലും ഡ്രസ്സിലൊക്കെ ഉള്ള അല്ലെങ്കിൽ ഹെയറിലൊക്കെ ഉള്ള കളറ് പോവാൻ ചാൻസ് ഉണ്ട്. ഡൈയിങ് ഏജന്റ് ആണ്, ബ്ലീച്ചിങ് ഏജന്റ് ആയതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ ഡ്രസ്സിലെയും ബെഡ്ഷീറ്റിലേക്ക് കളർ ചേഞ്ച് ചെയ്യാൻ വരെ ക്യാപ്പബിൾ, അത്രയും ഹൈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പം അത്രയും ടേക്ക് കെയർ ചെയ്യാൻ പറ്റും എന്നുള്ളവർ മാത്രം ഇത് യൂസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സൺസ്ക്രീൻ. ഇത്രയും നമ്മുടെ സ്കിൻ പീൽ ഓഫ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം നമ്മുടെ സ്കിന്നിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. അപ്പോൾ സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ എല്ലാം തകിടം മറിയും. അപ്പം അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ളവർ മാത്രമാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടത്.
അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി കുറച്ച് ടിപ്സ് ഞാൻ ഇതിൽ പറഞ്ഞുതരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫേസ് വാഷസ് യൂസ് ചെയ്യാം. നിങ്ങൾ മുഖം കഴുകുക, ബെൻസോൾ പെറോക്സൈഡിൻ്റെ ഫേസ് വാഷ് വെച്ച് മുഖം കഴുകുക. കഴുകുന്നതിന് മുന്നേ 2 മിനിറ്റ് അത് ഫേസിൽ വെക്കുക. എന്നിട്ട് കഴുകുവാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും ക്രീം ഇടുന്ന പോലെ അത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല, പക്ഷേ ഇങ്ങനത്തെ ഒരു മെത്തേഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഫേസ് വാഷ് ആണെങ്കിലും ഒരു നേരമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. 2 നേരം ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ഫേസ് വാഷ് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം നിങ്ങൾ എന്തായാലും ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒപ്പം വേറൊരു സാധാരണ ജെന്റിൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് അത്യാവശ്യമാണ്. കാരണം രാവിലെയാണ് നിങ്ങൾ ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ രാത്രി യൂസ് ചെയ്യരുത്, പിറ്റേ ദിവസവും യൂസ് ചെയ്യരുത്. ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആണ് എപ്പോഴും സേഫ് ആയിട്ടുള്ളത്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഓൾട്ടർനേറ്റീവ് ആണ് സാലിസിലിക് ആസിഡ്. അപ്പോൾ ഇത്രയും റിസ്ക് എടുക്കാൻ പറ്റില്ല, എനിക്ക് ഇത്രയും ടേക്ക് കെയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്താൽ മതി. ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെൻസോൾ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. സാലിസിലിക് ആസിഡ് ആകുമ്പോൾ കുറച്ച് ഡിലേ ഉണ്ടാവും റിസൾട്ട് കിട്ടാൻ. എങ്കിലും 4 to 8 വീക്സ് എടുക്കും ഒരു പ്രോപ്പർ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ. അപ്പോൾ ഇത്തിരി സ്ലോലി കിട്ടുന്നതാണ് നല്ലത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഒരിക്കലും ഞാനിത് ട്രൈ ചെയ്ത് നോക്കില്ല. കാരണം അത്രയും നമ്മുടെ സ്കിൻ ഇറിറ്റേറ്റഡ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ എല്ലാ കാര്യവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ്സിൽ ചോദിക്കുക. അടുത്തത് ഏത് ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കണം എന്നുള്ളത് കമൻറ്റിൽ പറഞ്ഞാൽ മതി. ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കും.